നമസ്കാരം. ക്രോസ് ഫെയറിൽ നമുക്കൊപ്പം ഉള്ളത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. സ്വാഗതം സഖാവേ. രാജ്യസഭയിൽ നിന്ന് വളരെ ഗംഭീരമായ ഒരു പ്രസംഗമൊക്കെ കാഴ്ചവെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് മോദി സർക്കാരിന് കീഴിൽ എങ്ങനെയാണ് രാജ്യം എന്നുള്ളതിൻ്റെ ഒരു പവർ പാക്ഡ് പ്രസൻറ്റേഷനായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ ഏറെയും നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയുടെയും മുഹമ്മ മൈത്രയുടെയും ഒക്കെ പ്രസംഗമായിരുന്നു. വേണ്ടത്ര വിധത്തിലൊരു ശ്രദ്ധ കിട്ടാതെ പോകുന്നുണ്ടോ മാധ്യമ ശ്രദ്ധ? നമുക്ക് കാര്യമില്ല. യാഥാർത്ഥ്യബോധം എന്നൊന്നുണ്ട്. യാഥാർത്ഥ്യബോധം അത് വളരെയേറെ വേണം കമ്മ്യൂണിസ്റ്റുകാർക്ക്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ പ്രാധാന്യം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാൽ അതൊരു തെറ്റായ കണക്കൂട്ടലാണ്. എനിക്ക് പ്രതീക്ഷയില്ല. എനിക്കെപ്പോഴും അറിയാം നിങ്ങൾ ആരാണെന്ന്. ആ പ്രസംഗത്തെപ്പറ്റി ഞാൻ പറയും ഇറ്റ് വാസ് നോട്ട് ബാഡ്. ചീത്ത പ്രസംഗമല്ലായിരുന്നു, ആവറേജ്. 10 മിനിറ്റ് കൊണ്ട് പറയാവുന്നതൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ശിവാനന്ദ തോന്നി. ടെലിഗ്രാഫിൻ്റെ പത്രാധിപർ രാജഗോപാൽ ശ്രദ്ധിച്ചു ആ പ്രസംഗം. അതൊരു നീണ്ട കുറിപ്പ് എഴുതി ഫേസ്ബുക്കിൽ. അതെനിക്ക് തോന്നി അപൂർവമായിട്ടാണെങ്കിൽ പോലും ചില ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്, അതിൽ ചില ആൾക്കാർ പ്രതികരിക്കാറുമുണ്ട്. ഞാനൊരു വലിയ എല്ലാം തികഞ്ഞ പാർലമെൻറ്റേറിയനാണെന്ന് പറയില്ല, അതല്ല ഞാൻ. പക്ഷെ സാമാന്യം നല്ലവണ്ണം പ്രവർത്തിച്ചൊരു MP ആയിരുന്നു. സഭയ്ക്കകത്തും പുറത്തും ജനങ്ങളുടെ വിഷയങ്ങൾ ഫലപ്രദമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അഭിമാനബോധമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർലമെൻറ്റ് പോലൊരു വേദിയിൽ ചെല്ലുമ്പോൾ അവിടെ പാലിക്കേണ്ടൊരു രാഷ്ട്രീയ സാമൂഹിക കടമകളുണ്ട്. അതെല്ലാം പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രസിഡന്റിനെ കുറിച്ച്, രാഷ്ട്രപതിയെക്കുറിച്ച് നടത്തിയ പരാമർശം, ഒരുപക്ഷെ അത്തരമൊരു പരാമർശമോ വിമർശനമോ ആരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്ന് കേട്ടു. എനിക്കുറപ്പാണ്. ചില കാര്യങ്ങൾ ഉറക്കെ പറയാനും തുറന്നു പറയാനും ഞങ്ങൾ വേണം. കമ്മ്യൂണിസ്റ്റുകാർ ചെറുതായിരിക്കാം, സഭയ്ക്കകത്തും എണ്ണം കുറവായിരിക്കാം. പക്ഷേ നാടിൻ്റെ മുമ്പിൽ എത്തേണ്ട ചില യഥാർത്ഥ വിഷയങ്ങൾ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ, അതിൻ്റെ വൈകാരികമായ ഭാവങ്ങളെ മനസ്സിലാക്കി പറയാൻ കഴിയും ഞങ്ങൾക്ക്. അങ്ങനെ കഴിയേണ്ടത് ഞങ്ങളുടെ കടമയാണ്. Why you denied entry for her on the great occasions? Why? I am asking you. Was it because she is a tribal woman? Was it because she is a woman? Was it because she is a widow? Why you denied her that permanent place on these 2 occasions? ദളിത് ആയതുകൊണ്ടാണോ വിധവയായതുകൊണ്ടാണോ മാറ്റി നിർത്തിയത് എന്ന് ചോദിച്ചത് ശരിക്കും അങ്ങനെ കരുതുന്നുണ്ടോ? ആ ചോദ്യം റിലവൻ്റാണത്. കാരണം BJP ഗവൺമെൻറ്റിന് അതൊരു വെറും ഗവൺമെൻറ് അല്ല. ആ ഗവൺമെൻറ് ഒരു പ്രത്യേക ആശയത്താൽ നയിക്കപ്പെടുന്ന ഗവൺമെൻറ്റാണ്. വിച്ച് വി കോൾ ദ പ്രത്യയശാസ്ത്രം, ഐഡിയോളജി. BJP ഐഡിയോളജിയുടെ സ്വാധീനമുണ്ട് മോദി ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും. ഒരു ഗവൺമെൻറ് പാളിപ്പോയി തെറ്റ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരു ഗവൺമെൻറ് അതിൻ്റെ മൗലികമായ പ്രത്യയശാസ്ത്ര നിലപാടിൻ്റെ വെളിച്ചത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് ഇങ്ങനെ പോകാനേ പറ്റൂ. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിച്ച അടിസ്ഥാന പാഠം, ശരിയായ പാഠം. അങ്ങനെ വരുമ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ വിഷയം എന്താ? മോദി ഗവൺമെൻറ് അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും സത്ത കൊണ്ടും വർഗ സമീപനം കൊണ്ടുമെല്ലാം അതൊരു ദളിത് വിരുദ്ധ, ആദിവാസി വിരുദ്ധ, സ്ത്രീ വിരുദ്ധ, ആൻറ്റി പുവറായ ഗവൺമെൻറ്റാണ്. ഞങ്ങളുടെയൊക്കെ സമയം വളരെ ചുരുക്കമായിരുന്നു. 3 മിനിറ്റാണ് CPIക്കുള്ള അലോട്ടഡ് ടൈം, 3 മിനിറ്റ്. അത് കെഞ്ചിയോ യാചിച്ചോ ഒക്കെ ചിലപ്പോൾ 3.5 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് എല്ലായ്പ്പോഴും ശ്രമിച്ച കാര്യം ഇതാണ്. ഈ ഒരു കാര്യത്തിനകത്ത് ഊന്നിക്കൊണ്ട് ഇത് മറന്നു പോകാതെ അതാത് വിഷയങ്ങൾ, ആ സമയത്തെ വിഷയങ്ങൾ, സഭയിലെ കാര്യങ്ങൾ എല്ലാം പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അടുത്തിടെ നടന്ന അഭിമുഖത്തിൽ പറഞ്ഞത് ഞങ്ങളും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് കേട്ടു. ഒരു പരാജയം അംഗീകരിക്കൽ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വിജയമാണ്. അത്തരത്തിൽ താങ്കൾ വിജയിച്ചു നിൽക്കുന്ന നേതാവാണ് എന്ന് പറയാം നമുക്ക്. എവിടെയാണ് ആ ഉലച്ചിൽ വന്നത്? വളരെ വ്യക്തമല്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള എല്ലാ കാലത്തെയും ബോധ്യം എന്താ?
അവരെപ്പോഴും ജനങ്ങളുടെ കൂടെയുള്ളവരാണെന്ന്. അതാണ് ഞങ്ങൾ പണ്ട് മുതലേ പറഞ്ഞും കേട്ടും ശീലിച്ചു പോകുന്നത്. വെള്ളത്തിലെ മത്സ്യത്തെ പോലെ ജീവിക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന ആ പ്രസ്താവന. മത്സ്യത്തിൻ്റെ അവസ്ഥ എന്താ? വെള്ളത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇട്ടാൽ അത് പടഞ്ഞ് മരിച്ചു പോകും. അതുപോലെ തന്നെയാണ് ജനബന്ധം അറ്റുപോയാൽ ഇതേ പ്രശ്നം വരും കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിക്കൂടാ. എപ്പോഴും ജനകീയ വിഷയങ്ങളിലും ജനകീയ പ്രസ്ഥാനങ്ങളിലും ജനകീയ സമരങ്ങളിലും പങ്കെടുത്തുകൊണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാൻ പറ്റുമെന്നും അങ്ങനെ നിൽക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നുമാണ് ഞങ്ങളെല്ലാം പഠിച്ചത്. ആ പാഠം ശരിയാണ്, അന്നും ഇന്നും ശരിയാണ്. അത് ഞങ്ങൾക്ക് വേണ്ടത്ര പാലിക്കാനാകാതെ പോയിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ നോക്കേണ്ടത്. ആ സത്യം അത് വലിയ എൻ്റെ ഗമത്വമൊന്നുമല്ല. അങ്ങനെ കരയ്ക്ക് കയറി ഇരുന്നിട്ടുണ്ടോ മത്സ്യങ്ങൾ ഏതെങ്കിലും? അതുകൊണ്ടാണോ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയാണ് താങ്കൾ ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു പരാജയം വരെ അക്കാര്യം ചിന്തിച്ചില്ലേ? ഏത് കാര്യവും എപ്പോഴും പറയാൻ പാടില്ല. അത് രാഷ്ട്രീയ മൊത്തത്തിൻ്റെ വിഷയമാണ്. ചില കാര്യങ്ങൾ പറയേണ്ടപ്പോഴേ പറയാവൂ. എന്നോട് പലരും പറഞ്ഞു ഇലക്ഷന് മുമ്പ് എന്താ പറയാത്തത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയും അത് രാഷ്ട്രീയമായ മണ്ഡലത്തിലായാലേ, പറയാൻ പാടില്ല. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു, ഞങ്ങൾക്ക് പക്ഷേ മുന്നണി സംവിധാനത്തിനകത്ത് അത് പറയാനുള്ള സ്കോപ്പില്ലേ? മുന്നണി സംവിധാനത്തിന് പറയാൻ ഇനിയും സ്കോപ്പ് ഉണ്ടാകണം. ഇപ്പോൾ സ്കോപ്പുണ്ട്. അല്ല, ഇലക്ഷന് മുമ്പ് സ്കോപ്പ് ഉണ്ടായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെറുതായി അവിടെ ഞങ്ങൾ പെൻഷൻ്റെ കാര്യം, സപ്ലൈക്കോയുടെ കാര്യം അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് പറയുമ്പോഴത്തേക്ക് CPM-നും ബോധ്യമാണത്, LDF-നാകെ ബോധ്യമാണത്. ഞാൻ പറയുന്നത് CPI മാത്രമായിട്ട് ഇതൊക്കെ പറഞ്ഞു എന്നല്ല. അത് മാധ്യമങ്ങൾക്ക് താല്പര്യമുണ്ട് എപ്പോഴും. CPI അങ്ങനെ പറയുന്നു, CPI പൂർണ്ണമായ പാർട്ടി, എല്ലാം തികഞ്ഞ പാർട്ടി, CPM അങ്ങനെ അല്ലാത്ത പാർട്ടി. അത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ താല്പര്യമുള്ള കാര്യം, CPI-ക്കും CPM-നും ബാധകമായ ഇടതുപക്ഷത്തിൻ്റെ LDF-ൻ്റെ പൊതുവായ പ്രശ്നങ്ങളാണ് CPI-ക്ക് വേണ്ടി ഞാൻ പറയാൻ ശ്രമിച്ചത്. ആ CPI സെക്രട്ടറി പറയേണ്ടതാണ്. വി നെവർ മെൻ ദാറ്റ് വി ആർ പെർഫെക്റ്റ്. ഞങ്ങളെല്ലാം തികഞ്ഞവരല്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്തും വേണം തിരുത്തൽ, ഞങ്ങളുടെ പാർട്ടിക്കകത്തും വേണം വീഴ്ചകൾ കണ്ടെത്തൽ. ഞങ്ങളുടെ പാർട്ടിയും ജനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകണം. സത്യത്തിൽ CPI ആണ് എന്നും പറഞ്ഞു പോകുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ പുതുച്ചേരി കോൺഗ്രസ് 2015 ഒരാഹ്വാനം ചെയ്തു എല്ലാ പാർട്ടി പ്രവർത്തകരോടും പാർട്ടി ഘടകങ്ങളോടും. അതിങ്ങനെയായിരുന്നു, റീകണക്ട് വിത്ത് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക. പാർട്ടി സ്വയം സമ്മതിക്കുകയാണ് ആ ബന്ധത്തിനകത്ത് ഉലച്ചിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യു ഷുഡ് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഗൗരവമായി അതിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ പറഞ്ഞ ആഹ്വാനത്തിന് അന്നും ഇന്നും പ്രസക്തിയുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യമാണ് എപ്പോഴും അത്. ഞങ്ങൾക്ക് അത് പൂർണ്ണമായും നേടാനായിട്ടില്ല. പക്ഷേ മുന്നോട്ട് പോയേ തീരൂ, നേടിയേ തീരൂ, ഈ ബന്ധം പുനഃസ്ഥാപിച്ചേ തീരൂ. ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. അതിന് എന്തൊക്കെ തടസ്സം എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ട്, എവിടെയാണ് ഞങ്ങളുടെ കുറവുകളായത്, ഇതൊക്കെ ഞങ്ങൾ നിശ്ചിതമായി ചോദിക്കണം, സ്വയം ചോദിക്കണം. ഈ പരാജയം സമ്മതിക്കുന്നതിൽ CPM-ന് ഒരു റിജിഡ് നേച്ചറുണ്ടോ? ഒരു പക്ഷേ ഇടതുമുന്നണി സംവിധാനത്തിനകത്ത് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ വളരെ അപൂർവമാണ്. ഇല്ല, ഞാൻ ഈ ചർച്ചയെ ഒരു CPM വിരുദ്ധ ചർച്ചയാക്കാൻ താല്പര്യപ്പെടുന്നില്ല. CPI രാഷ്ട്രീയത്തിൽ CPM വിരുദ്ധതയില്ല. CPI രാഷ്ട്രീയത്തെ കാണുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാണ്? ഈ ചോദ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മറുപടി ഇതായിരിക്കും, ഏറ്റവും അടുത്ത ബന്ധു CPM-ആണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി അധികാരത്തിൽ വന്ന പാർട്ടിയാണ്, തുടർഭരണം നേടിയ മുന്നണിയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ പരാജയം നേരിടുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് എന്തായിരിക്കും? സ്പെസിഫിക്കായി എന്തെങ്കിലും ഒന്നോ രണ്ടോ കാരണങ്ങൾ ഉറപ്പായും ഉണ്ടാവും. അതിൽ സ്പെസിഫിക്കായിട്ട് ഒന്നോ രണ്ടോ അല്ല, ഭരണവിരുദ്ധ വികാരമുണ്ടോ? പല ഘടകങ്ങളുണ്ട്, പല ഘടകങ്ങൾ. ഒന്ന് ഇത് തന്നെയാണ്, ഞങ്ങളും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായോ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. ഒന്ന് അത് തന്നെയാണ്. ഒന്ന് പല കാരണം കൊണ്ടും BJP-ക്കുണ്ടായ ഒരു മുന്നേറ്റമുണ്ട് കേരളത്തിൽ. ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു, LDF-ൻ്റെ വോട്ട് കുറഞ്ഞു, UDF-ൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞു.
LDFിൻ്റെയും UDFിൻ്റെയും വോട്ട് ഷെയർ കുറയുമ്പോൾ വോട്ട് ഷെയർ കുറയാത്തൊരു പാർട്ടിയുള്ളത് BJP മാത്രമാണ്. കേരളത്തിലെ 11 മണ്ഡലങ്ങളിൽ, അസംബ്ലി മണ്ഡലങ്ങളിൽ BJP ഇന്ന് 1ാം സ്ഥാനത്താണ്. 8 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്താണ്. ഗൗരവമായിട്ട് കാണുന്നതിന് കേരളം പോലെ ഒരു പ്രബുദ്ധമായ സംസ്ഥാനത്ത് ഇന്ത്യയിലാകെ BJP നേരിട്ട് പരാജയത്തിന് പശ്ചാത്തലത്തിൽ, പരാജയം തന്നെയാണ് BJPക്ക് ഉണ്ടായത്. തിരിച്ചടിയെന്ന് പറഞ്ഞാൽ പോരാ. 400-ൽ പരം വോട്ട് സീറ്റ് നേടുമെന്ന് ഉറപ്പാക്കി വന്ന മോദിക്ക് അതുണ്ടായില്ലല്ലോ. നല്ല പരാജയം ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ കാണാൻ പറ്റും. BJPയുടെ പാർലമെൻറ്റിലെ ബോഡി ലാംഗ്വേജിൽ കാണാൻ പറ്റും. മോദിയുടെ പോലും മുഖത്തും ദേഹത്തും ഉണ്ട് ആ പരാജയത്തിൻ്റെ ആഘാതങ്ങൾ. അത് കാണാൻ പറ്റും. BJP പരാജയപ്പെട്ട ഇലക്ഷനാണിത്. അതിൻ്റെ കാരണക്കാർ ഇന്ത്യയിലെ പാവങ്ങളാണ്, ഉത്തരേന്ത്യയിലെ ജനങ്ങളാണ്. അവർ BJPയെ പാഠം പഠിപ്പിച്ച് ഇതുപോലൊരു തിരിച്ചടി കൊടുത്തപ്പോൾ പ്രബുദ്ധമെന്ന് നമ്മളെല്ലാം പറയുന്ന കേരളത്തിൽ ഈ പ്രബുദ്ധ വോട്ടർമാർ മുമ്പേത് കാലത്തേക്കാൾ കൂടുതലായി BJP ഭാഗത്തേക്ക് വോട്ട് ചെയ്തു. അതിന് ഗൗരവമായിട്ട് കാണണ്ട ഞങ്ങൾ. അത് വലിയ ത്രെറ്റാണത്. മറ്റൊരു പാർട്ടി ജയിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ജയിച്ചത് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. ജയിച്ചതൊരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്ര അടിത്തറകളുള്ള പാർട്ടിയാണ്. ജയിച്ചത് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ വെറുക്കുന്ന പാർട്ടിയാണ്. ജയിച്ചത് പാവങ്ങളോട് തരിമ്പും കൂറില്ലാത്ത കോർപ്പറേറ്റ് താല്പര്യത്തിൻ്റെ അടിമപ്പണി ചെയ്യുന്ന പാർട്ടിയാണ്. ഗൗരവപ്പെട്ട് തന്നെ കാണണം. അതിനെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകണം. ഒരു ഘടകം അത് തന്നെയാണ്. പിന്നെ സാമുദായിക സംഘടനകൾ, അവയിലെ പുതിയ പുതിയ പ്രവണതകൾ, ഇതെല്ലാം ഞങ്ങൾ പഠിക്കണം. അങ്ങനെ എല്ലാം പഠിക്കുമ്പോഴത്തേക്കും കണക്കിൽ എടുക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ്. അത് തള്ളിക്കളയണ്ട. ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ ഇങ്ങനെ വിലയിരുത്തി. അതും ഈ പഠനത്തിൽ ഒരു പഠനമാണ്. ആ പഠനത്തിൽ മാറ്റിവെക്കേണ്ട വിഷയമല്ല. പക്ഷേ അത് മാത്രമല്ല എന്നാണ് CPI അതിനെ കാണുന്നത്. ഒരു CPI കൈകാര്യം ചെയ്യുന്ന ഭക്ഷ്യവകുപ്പ് അടക്കം വലിയ തോതിൽ വിമർശനം, ഇപ്പം CPMൻ്റെ കമ്മിറ്റികളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ധനവകുപ്പും ഭക്ഷ്യവകുപ്പും ആഭ്യന്തര വകുപ്പും വലിയ തോതിൽ വിമർശനം നേരിട്ടുണ്ട്. ആ CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്നുള്ള നിലയ്ക്ക് തന്നെ ആ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുക, കാണുക? അതിന് കാണേണ്ടത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയല്ല വിഷയം. ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് CPIയുടെ വകുപ്പ്, ആഭ്യന്തര വകുപ്പ് CPMൻ്റെ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് CPMൻ്റെ വകുപ്പ്, അങ്ങനെ കക്ഷി തിരിച്ച് കാണേണ്ട കാര്യമില്ല. LDF ഗവൺമെൻറ്റാണ് വിഷയം. വി സ്റ്റാൻഡ് ഫോർ ദ LDF ഗവൺമെൻറ്. ഞങ്ങൾ LDF രാഷ്ട്രീയത്തിൻ്റെ ഭടന്മാരാണ്. ഞങ്ങൾ പോരാടിയത് LDF ആയിട്ടാണ്. നാളത്തെയും പോരാട്ടം LDF ആയിട്ടായിരിക്കും. എങ്കിലും പാർട്ടി ആ പോരാട്ടത്തിൽ ഉണ്ടായ മുറിവുകൾ ഞങ്ങളുടെ പൊതുമുറിവുകളാണ്. ഞങ്ങൾക്ക് CPIക്കും CPMനും ബാധകമാണത്. സപ്ലൈക്കോയുടെ കാര്യം എന്താ? ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. ജനങ്ങളുടെ ആഹാരത്തിൻ്റെ പ്രശ്നമാണത്, പട്ടിണിയുടെ പ്രശ്നമാണത്. പട്ടിണിയില്ലാത്ത ഭക്ഷ്യസുരക്ഷയുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ പങ്ക് വഹിച്ച വകുപ്പാണ് സിവിൽ സപ്ലൈസ് വകുപ്പ്. ഞങ്ങളുടെ ഗവൺമെൻറ് പൊതുവിൽ സാമ്പത്തികമായി ആക്രമിക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. ഈ കാലം മുഴുവൻ രാഷ്ട്രീയമായ വൈരാഗ്യം മൂത്ത മോദി ഗവൺമെൻറ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ഞെരുക്കി ശ്വാസം മുട്ടിച്ച് അതിനെ ദുർബലമാക്കാൻ ശ്രമിക്കുന്ന കാലമാണിത്, കടന്നു പോകുന്ന കാലം. കഴിഞ്ഞ 5 കൊല്ലവും 10 കൊല്ലവും ഞങ്ങളത് കാണുകയാണ്. അപ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ ഈ സാമ്പത്തിക നീക്കത്തെ വിളിക്കേണ്ട പേര് എൻ്റെ അഭിപ്രായത്തിൽ ഫിനാൻഷ്യൽ എംബാർഗോ എന്നാണ്. സാമ്പത്തിക ഉപരോധം. അതിൽ കുറഞ്ഞ ഒന്നുമല്ല. രാഷ്ട്രീയമായ തന്ത്രമായി ആ ഗവൺമെൻറ് സ്വീകരിച്ചു അത്, ഈ സാമ്പത്തിക ഉപരോധം. ഈ ഗവൺമെൻറ്റിനെ എങ്ങനെയെല്ലാം സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ പറ്റുമോ അതിനൊക്കെ ഞെരുക്കണം. അങ്ങനെ ഞെരുക്കുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിന് കിട്ടേണ്ട വിഹിതം കിട്ടിയിട്ടില്ല. 100 ഫണ്ടെടുത്ത് കിട്ടിയത് ചിലപ്പോൾ 40 ആയിരിക്കും. 40 കിട്ടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ പരിമിതിയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് 40 രൂപ 100 ഫണ്ട് സ്ഥലത്ത് കിട്ടിയ 40 രൂപ പങ്കിടുമ്പോഴത്തേക്കും അതെങ്ങനെ വേണം പങ്കിടാൻ? സിമ്പിളാണ് ചോദ്യം. ഞങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെല്ലാം ഞെരുക്കം വരുമ്പോഴും മുടക്കം കൂടാതെ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ഒന്നാണ് ഭക്ഷ്യസുരക്ഷ മാവേലി സ്റ്റോറുകൾ.
ഈ രണ്ടൊന്നിനും തുല്യ പ്രാധാന്യമുണ്ട്. രണ്ടല്ല, ഒന്നും രണ്ടും അല്ല, രണ്ടും ഒന്നാണ്. അങ്ങനെ ഒരു മുൻഗണനാക്രമം കൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിഹിതം പങ്കിടുമ്പോൾ കാണിക്കേണ്ടുന്ന മുൻഗണനാക്രമത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലും വീഴ്ച പാടില്ല. അതാണ് CPI നിലപാട്, CPM സ്റ്റാൻഡുമാണ്. LDF കാര്യം പറഞ്ഞപ്പോഴെല്ലാം മുഖ്യമന്ത്രിയും മറ്റ് സഹാക്കളും എല്ലാവരും പറഞ്ഞ കാര്യം ഇതേ കാഴ്ചപ്പാട് തന്നെയാണ്. പക്ഷെ അത് ഫലത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പാളിച്ച പറ്റി കാണും. തൃശ്ശൂരിലെയും മാവേലിക്കരയിലുമൊക്കെ സ്ഥാനാർത്ഥികൾ വളരെ മികച്ചവരായിരുന്നു. ഒരുപക്ഷെ ജയം വളരെയധികം പ്രതീക്ഷിച്ച മണ്ഡലങ്ങളല്ലേ? അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് തൃശ്ശൂരിൽ, മാവേലിക്കര. ഞങ്ങളത് ഗൗരവപൂർവ്വം കാണണം. തൃശ്ശൂരും മാവേലിക്കരയും മാത്രമല്ല, ഏത് സെറ്റ് ബാക്ക് ഉണ്ടായാലും, തിരിച്ചടി വന്നാലും ഞങ്ങൾ ഓർത്തത് ഒരു 10 സീറ്റെങ്കിലും ചുരുങ്ങിയത് LDF ജയിക്കുമെന്നാണ്. അതിൽ CPIയുടെ സീറ്റായിട്ട് ഞങ്ങൾ കണ്ടത് മാവേലിക്കരയും തൃശ്ശൂരുമാണ്. പോളിംഗിന് ശേഷവും, മുമ്പല്ല, ശേഷവും ഞങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ നിരീക്ഷണങ്ങളിലും, എല്ലാ റിപ്പോർട്ടുകളിലും, ആ റിപ്പോർട്ടൊന്നും ഊഹങ്ങളായിരുന്നില്ല. താഴത്തെ ബൂത്തുകൾ എത്തിച്ച റിപ്പോർട്ടെല്ലാം കിട്ടിയും കുറച്ചും നോക്കുമ്പോൾ ജയിക്കും എന്നുറപ്പാക്കിയതാണ് ഞങ്ങൾ. അവിടെയാണ് നേരത്തെ വളരെ പക്ഷേ ഞങ്ങളുടെ ബന്ധം അറ്റുപോയി. ഞങ്ങളുടെ ബന്ധത്തിൻ്റെ കുറവ് അനുഭവപ്പെട്ടു. ഇവിടെ തൃശ്ശൂരിൽ കരിവന്നൂർ വിഷയമോ പൂരത്തിലെ പ്രശ്നങ്ങളോ ഒക്കെ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് CPI കണക്കാക്കുന്നുണ്ടോ? കാണും. അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ വോട്ട് ചെയ്യാൻ പോകുന്നത് ആരാ? മനുഷ്യരാണ്. ആ മനുഷ്യൻ്റെ മനസ്സിനെ മതിക്കുന്നതെല്ലാം വോട്ടുകളും വരും. അതിൻ്റെ ആഴവും പരപ്പും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആകേണ്ടവരാണ് ഞങ്ങൾ. അതായോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആ ബാങ്കിലെ വിഷയം, പൂരത്തിൻ്റെ വിഷയം, അതെല്ലാം ഒരളവോളം അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിച്ചു കാണും. താങ്കളുടെ പ്രസ്താവനയായിരുന്നു, കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണ്. കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും തില്ലങ്കേരിയുടെയും പാരമ്പര്യമുള്ള മണ്ണാണത്. അവിടെ നിന്നും സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ പുറത്തു വരുന്നത് ചെങ്കൊടിക്ക് അപമാനമാണ്. ഇത് വലിയ തോതിൽ ഇപ്പോൾ കണ്ണൂരിലെ CPMനെതിരെ ഉയർന്നു വരുന്ന വലിയ ഒരു വിമർശനമാണ്. അതിനകത്ത് നിന്ന് തന്നെ ആളുകൾ പുറത്തേക്ക് വരുന്നു. ഇത് തുറന്നു പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ കാര്യവും ഒരുപക്ഷെ പതിവിന് വിരുദ്ധമായി താങ്കളൊരു പബ്ലിക്കായിട്ട് ഒരു പ്രസ്താവനയായിട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അത് അങ്ങനെ ഒരു നിലയിലേക്ക് എന്താണ് എത്തിച്ചത്? അങ്ങനെ ഒരു വികാരം എങ്ങനെയാണ്? ആ ഒരു ചെയ്ത വികാരം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, അതിലെവിടെയാണ് CPM വിരുദ്ധതയുള്ളത്? ഇല്ല, CPM വിരുദ്ധത ഇല്ല. CPM വിരുദ്ധതയുള്ളത് ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കൾ എന്നൊരു വലിയ സഞ്ചയമുണ്ട് കേരളത്തിൽ. അത് CPM മാത്രമല്ല, ഔപചാരികമായിട്ട് ഇതിൽ കാണില്ലായിരിക്കും അവർ. പക്ഷെ അവരുടെ മനസ്സിൽ കമ്മ്യൂണിസമുണ്ട്. ഇതാണ് ശരിയെന്ന ബോധ്യമുണ്ട്. ഒരു വൈകാരികമായിട്ടുള്ളൊരു ഒരു പരിഗണനയുണ്ട് ഈ കൊടിയോട്. അത് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ടത്. അതാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ ഈ സത്യമുണ്ട്, ഒരു ഘടകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ വിപുലമായ ബന്ധുവലയവും കേരളത്തിലുണ്ട്. അവരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് കണ്ണൂരിൽ നിന്ന്. അത് CPI പ്രശ്നം മാത്രമല്ല, CPMൻ്റെയും പ്രശ്നമാണ്. വേദനിക്കണം, ഈ വേദന വേണം. ഇനി എത്ര പറയാനുണ്ട്? പുന്നപ്രയുടെ മണ്ണ് ആലപ്പുഴ, പുന്നപ്ര, വയലാർ, സൂര്യനാട്, ഒഞ്ചിയം, തേഭാഗ, തെലുങ്കാന, കണ്ണൂരേക്ക് പോയാലോ കരിവള്ളൂർ, കയ്യൂർ, ഏഴോ, അങ്ങനെ എത്ര സ്ഥലങ്ങൾ. അവിടെയൊക്കെ എന്താ സംഭവിച്ചത്? മനുഷ്യൻ പ്രാണം കൊടുത്തു, ചോര ചൊരിഞ്ഞു ഒരാശയത്തിന് വേണ്ടി. ഈ പാർട്ടി അങ്ങനെ ഉണ്ടായ പാർട്ടിയാണ്. അതിൻ്റെ നിറമാണ് ചുവന്ന കൊടി. ഈ ചുവന്ന കൊടിയുടെ നിറം അതാണ്. അത് വെറും ശീലകൃഷ്ണനല്ല. നാടിന് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയും പോരാടി മരിച്ചവരുടെ ചോര കൊണ്ടാണ് ചെങ്കൊടി ഉണ്ടായത്. ആ കൊടിക്ക് അപമാനമാണെന്ന് പറഞ്ഞ നിലപാട് ശരിയാണ്. CPI പ്രശ്നമല്ല. CPMനും ബാധകമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമുള്ള വേദനയാണ് പങ്കിടാൻ ശ്രമിച്ചത്. ഒരിക്കലും ഞാൻ പറയുന്നത് അതൊരു CPM വിരുദ്ധ പ്രസ്താവനയല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് പാടില്ല. ഒരിക്കലുമല്ല, അങ്ങനെ വ്യാഖ്യാനിച്ചില്ല. പക്ഷേ എന്തുകൊണ്ട് ആ സംഘങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല? പാർട്ടിയുടെ വക്താക്കളായി അവർ
പുറത്തേക്ക് വരുന്നു. ഇത്തരം ഗുണ്ടായുസവും സ്വർണം പൊട്ടിക്കൽ പണിയും അധോലോക പണിയും ഒക്കെ ചെയ്തിട്ട് പാർട്ടിയുടെ വക്താക്കളായി സോഷ്യൽ മീഡിയയിൽ അവതരിക്കുകയാണ് അവർ. അതും ആ പ്രസ്താവനയ്ക്കത്തുണ്ട്. ഞാൻ പറഞ്ഞത് അത്തരം ആളുകൾ സ്വർണം പൊട്ടിക്കലിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും ശക്തികൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇടതുപക്ഷത്തിൻ്റെ രക്ഷകവേഷം, ഉപയോഗിച്ച വാക്ക്, രക്ഷകവേഷം കെട്ടുന്നത് അപമാനമാണ്. എന്തുകൊണ്ട് അത് തള്ളിപ്പറയാനാകും? അത്തരം പ്രവണത CPM-ലും ഉണ്ട്, CPI-ലും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇടതു മുന്നണിക്ക് അത് തള്ളിപ്പറയാനാകും? ഇടതു മുന്നണിയല്ല, ബന്ധപ്പെട്ട പാർട്ടികൾ തള്ളിപ്പറഞ്ഞേ തീരൂ. CPM പറയുന്നുണ്ട്, CPI പറയും, CPI പറയുന്നുണ്ട്. അത് ഫലപ്രദമാകും. നീ ഫലപ്രദമാകണം. നിലവിൽ ഫലപ്രദം. സോഷ്യൽ മീഡിയ റിയാലിറ്റിയാണ്. പക്ഷെ അത് ഉപയോഗപ്പെടുത്തുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്നവർക്ക് നല്ല ബോധം വേണം, രാഷ്ട്രീയം വേണം, വ്യക്തത വേണം. അത് രണ്ടു തലയ്ക്കും മൂർച്ചയുള്ള വാലാണ്. അത് ഏതവനും കയറി എടുത്ത് പാർട്ടിക്ക് വേണ്ടി വെട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ വെട്ട് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും പാർട്ടിയെ വെട്ടുന്ന വെട്ടായി മാറും. അവരുടെ വലിയ തോതിലുള്ള ഫോളോവേഴ്സ് അവരെ ഭയപ്പെടുന്നുണ്ടോ? അവരുള്ളത് കൊണ്ടാണോ പബ്ലിക്കായി തള്ളി പറയാൻ പറ്റാത്തത്? ഇല്ല, അത്തരക്കാർ രക്ഷിക്കുന്നൊരു പാർട്ടിയായിട്ട് നിൽക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി തരുമ്പം പരിഗണനയില്ലാത്ത, കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്താണ് എന്നറിഞ്ഞുകൂടാത്ത, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെപ്പറ്റി ഒരു ചുക്കും അറിയാൻ പാടില്ലാത്ത ചില ആളുകൾ, എണ്ണത്തെ വലുതായിരിക്കാമെങ്കിൽ പോലും അത്തരം ആളുകൾ രക്ഷിച്ചാലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രക്ഷപ്പെടുമെന്ന് വന്നാൽ അത് ദുര്യോഗമായിരിക്കും. ഈ പ്രസ്ഥാനത്തിന് അവരുടെ സഹായം കൂടാതെ മുന്നോട്ട് പോകാൻ അവകാശമുണ്ട്, മുന്നോട്ട് പോകാൻ കെൽപ്പുണ്ട്. അതുകൊണ്ട് അവരുടെ ദാക്ഷിണ്യത്തിന്, അവരെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമേ നിൽക്കാൻ പറ്റുന്ന അവസ്ഥ വന്നാൽ അതിനർത്ഥം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് പോയേ തീരുവുള്ളൂ, മുന്നോട്ട് പോകണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തെറ്റുകൾ തിരുത്തി LDF ആയി മാറി ഇടതുപക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ശരിയിലേക്കും നന്മയിലേക്കും പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും പോകണമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മനു തോമസിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് താങ്കളും ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത്. അദ്ദേഹം ഉന്നയിച്ചതും ഇതേ വിഷയം തന്നെയായിരുന്നു. അദ്ദേഹം പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ആളാണ്. കോൺഗ്രസ് ഇതിനോടകം മനു തോമസിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. CPM-ഉം CPI-യും ആണെങ്കിൽ പരസ്പരം പുറത്തേക്ക് പോകുന്ന നേതാക്കളെ ഉൾക്കൊള്ളുന്ന പാരമ്പര്യമുള്ള പാർട്ടികളാണ് ഇടത് പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക്. നമ്മളത് ആലപ്പുഴയിലും കണ്ണൂരിലും ഒക്കെ പലതവണ കണ്ടിട്ടുള്ളതാണ്, തിരുവനന്തപുരത്തും ഒക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ മനു തോമസിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ ചർച്ച എനിക്കറിയില്ലേ മനു തോമസിനെ? അറിയില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ചർച്ചയുടെ കേന്ദ്ര ഫോക്കസ് ആരാണ്? മനു തോമസ് എന്ന് പറഞ്ഞാൽ ഐ ബെഗ് ടു ഡിഫർ. ഇല്ല, അതൊരു ചോദ്യം മാത്രമാണ്. ഐ ബെഗ് ടു ഡിഫർ. മനു തോമസിന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു പഴയ DYF നേതാവാണ്, ഞാൻ വായിച്ചറിയാം. ആ അറിവേ എനിക്കുള്ളൂ. പുറത്തേക്ക് പോകുന്നവരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച അതിൽ നിലപാടുകൾ ഞങ്ങളുടെ നിലപാട് ഞാൻ പറയാം. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞുതരാം. ഒരു സഖാവ് കുറച്ച് കൊല്ലങ്ങളായി എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് പാർട്ടി നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ പാർട്ടി വിട്ട് പോകാൻ പോവാണ്, രാഷ്ട്രീയം മതിയാക്കാൻ പോവാണെന്ന്. എനിക്ക് മതിയാക്കാൻ പറ്റില്ല, രാഷ്ട്രീയം മതിയാക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ പൊളിറ്റിക്കൽ ജീവിയാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ സഖാവിനോട് സ്നേഹം കൊണ്ടും ബന്ധം കൊണ്ടും പറയുകയാണ്, നമ്മളതിനെ കാണാൻ പോകുന്നത് പാർട്ടിക്കാരായിട്ടായിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ ഞാൻ പാർട്ടിയിൽ നിന്ന് പോകും എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു, ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ചർച്ചയിലാണ്, ഏകദേശം ഒരു കൊല്ലക്കാലം അവൻ പോകുന്നു, ഞാൻ പോയിക്കൊണ്ടെന്ന് പറയുന്നത് അത്ര ബന്ധമുള്ള സഖാവാണ്. അവൻ പറഞ്ഞു, ഞാൻ വിനയ പറഞ്ഞുകൊണ്ട് ഇത്രയും ഞാൻ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോയേ തീരുവുള്ളൂ, എനിക്ക് പാർട്ടിക്കകത്തൊരു ശ്വാസം മുട്ടുവാണ്. അവിടുത്തെ ചില ആഭ്യന്തര തർക്കങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് പോയേ തീരുവുള്ളൂ? എനിക്ക് പോയേ തീരു സഖാവേ, ഞാൻ പാർട്ടിക്കകത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പോകാൻ തീരുമാനിച്ചാൽ നീ വേറൊന്നും ചെയ്യണത്, നീ പോകേണ്ടത് CPM-ലേക്കാകണം. ഞാൻ പറഞ്ഞു, നീ CPM-ലേക്ക് പോകാവൂ, കോൺഗ്രസിലേക്ക് പോകരുത്. പിന്നെ BJP അന്ന് അജണ്ടയിലില്ല, ഇപ്പോഴാണെങ്കിൽ BJP ഉണ്ട്, അന്ന് BJP അജണ്ടയിലില്ല. ഞങ്ങൾ CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഖാവ് CPI-ലേക്ക് വന്നാൽ അയാൾക്ക് അവിടുത്തെ ഘടകത്തിൻ്റെ സ്ഥാനം ഏതായിരുന്നോ അതേ സ്ഥാനം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം അവർക്ക് പാർട്ടി സംഘടനയെപ്പറ്റി, പാർട്ടി രാഷ്ട്രീയത്തെപ്പറ്റി, പാർട്ടി ഐഡിയോളജിയെപ്പറ്റി, പാർട്ടി നിലപാടുകളെപ്പറ്റി ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലുള്ള ബോധ്യം കാണുമെന്നാണ്. അതുകൊണ്ടാണ് ഈ പ്രത്യേക ഇളവുകളുണ്ടായത്. അത് CPM-ലേക്ക് ഉണ്ടാക്കാം. ഞാൻ ചോദിച്ച ഈ സഖാവിൻ്റെ കാര്യത്തിൽ എനിക്ക് സഖാവിനെ അറിയില്ല. ഐ ഡോണ്ട് വാണ്ട് ടു റിവോൾവ് അറൗണ്ട് ദാറ്റ്.
കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരിയോട് ചോദിച്ചപ്പോൾ സംസ്ഥാന മന്ത്രിസഭയുടെ ഘടനയിൽ മാറ്റമുണ്ടാകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യത്തെ അദ്ദേഹം തള്ളിക്കളയാതെയാണ് മറ്റ് മറുപടി പറഞ്ഞത്. അങ്ങനെ ഒരു നിലയിലേക്കോ രീതിയിലേക്കോ പോകുന്നുണ്ടോ കാര്യങ്ങൾ? ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു മാറ്റം നിർദ്ദേശിച്ചാൽ CPI മന്ത്രിമാരെ മാറ്റുമോ? ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ചിന്തിക്കാത്ത ഒന്നിനെ പറ്റി സെക്രട്ടറി പറയാൻ പാടില്ല. JDS ഇപ്പോഴും ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു. കേന്ദ്രത്തിൽ NDAയുടെ ഘടകകക്ഷിയാണ്. അത് എന്തെങ്കിലും തരത്തിൽ ഈ ജനവിധിയിലടക്കം തെറ്റായ ഒരു സന്ദേശം ജനങ്ങളിൽ കൊടുത്തിട്ടുണ്ടോ? ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അല്ല, ജനവിധിയിൽ അത് വലിയ അളവിൽ ഇടപെടാൻ വഴിയില്ല. പലതുകൊണ്ടും ഇടപെടാൻ വഴിയില്ല. JDS പക്ഷേ ഒരു സാങ്കേതികമാണ്, രാഷ്ട്രീയമല്ല, സാങ്കേതികമാണ്. JDS നേതാക്കളെയൊക്കെ എനിക്കറിയാം, പലർക്കും എല്ലാവർക്കും അറിയാം. മാത്യു ടി. തോമസും കൃഷ്ണൻകുട്ടി ഏട്ടനും അവർ രാഷ്ട്രീയമായിട്ട് ഒരിക്കലും BJP ഭാഗത്തേക്ക് പോകുന്നവരല്ല. അവർക്ക് പോകാൻ പറ്റില്ല. ദേ ആർ വിത്ത് ദ ലെഫ്റ്റ് ആൻഡ് ദേ വിൽ ബി വിത്ത് ദ ലെഫ്റ്റ്. അപ്പോൾ അവർക്ക് സാങ്കേതികമായ പ്രശ്നത്തെ മറികടന്നുകൊണ്ട് അവർക്ക് LDFൻ്റെ ഭാഗമായി മാറാനുള്ള വഴിക്ക് ചിന്തിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ തമ്മിൽ സ്ഥിരമായ ബന്ധമുണ്ട്, സമ്പർക്കത്തിലാണ്. അവർക്ക് ആ ഒരു ടെക്നിക്കൽ കടമ്പയുണ്ട്. ആ കടമ്പ കടക്കാനുള്ള ശ്രമത്തിലാണ് അവർ. പക്ഷേ ആ പ്രോസസ്സിൽ വേഗതയില്ല അല്ലേ? അതിപ്പോൾ അവരുടെ മാത്രം പ്രശ്നമല്ല, അത് ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. പ്രോസസ്സിന് വേഗത ഉണ്ടാകും. കാരണം പിണറായി വിജയൻ്റെ സമ്മതത്തോടെയാണ് ഇത്തരത്തിൽ ഒരു ഈ രീതിയിൽ മുന്നണിയിൽ തുടരുന്നത് എന്ന് പറയുന്ന വാദം JDS കർണാടകയിൽ ഉയർത്തി. അതുകൊണ്ടാണ് ആ ചോദ്യം. ഞാനതിനെ തള്ളിക്കളയുന്നു. ജോസ് കെ മാണി അടക്കമുള്ളവർ മുന്നണിയിലേക്ക് വന്നത് മുന്നണിക്ക് ഗുണമാവുകയാണോ ചെയ്തത്? അതിനെ എങ്ങനെയാണ് CPI വിലയിരുത്തുന്നത്? അല്ല, CPI നിലപാട് LDFൻ്റെ അടിത്തറ വിപുലമാകണമെന്നാണ്. കൂടുതൽ കക്ഷികൾ വന്നോട്ടെ, അടിത്തറ വിപുലമാകണം. അടിത്തറ വിപുലമാകാൻ സഹായിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, സംഘടനാ നീക്കങ്ങൾ, അതൊക്കെ ശരിയാണ്. അത് അടിത്തറ വിപുലപ്പെട്ടു എന്ന് നമുക്ക് നോക്കണം. ഇപ്പോൾ തിരുത്തൽ നടപടികളിലേക്ക് CPI അടക്കം കടക്കുകയാണ്. ജനങ്ങളുമായിട്ടുള്ള റീകണക്റ്റാണ് സഖാവ് പറഞ്ഞത്. കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള പരിപാടികളിലേക്കൊക്കെ കടക്കുന്നു. അപ്പോൾ മുമ്പുണ്ടായിട്ടുള്ള എന്തെങ്കിലും നയങ്ങളിൽ അല്ലെങ്കിൽ നിലപാടുകളിലൊക്കെ തിരുത്തലുണ്ടാകുമോ? ഞാൻ ചോദിച്ചത് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ അന്ന് ആ കയ്യേറ്റം ഒഴിപ്പിക്കലിന് എതിരായ ഒരു സമീപനം അവിടെ CPI സ്വീകരിച്ചിരുന്നു. അത്തരം മുൻ നിലപാടുകളെ തള്ളിപ്പറയുന്നു. ഇല്ല, കയ്യേറ്റങ്ങൾ CPI ഒരിക്കലും ശരിവെച്ചിട്ടില്ല. മാർക്സിസത്തിന് ഒരു നിലപാടുണ്ട് പരിസ്ഥിതിയെപ്പറ്റി. അതാണ് CPI നിലപാട്. ആ ലെഫ്റ്റ് കാഴ്ചപ്പാട്. ഒരു ഇടതുപക്ഷ പാർട്ടിക്കോ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോ അതുകൊണ്ട് പരിസ്ഥിതി വിരുദ്ധമായ രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഏത് വികസനം വരുമ്പോഴും അത് പരിസ്ഥിതിയെ മാനിച്ചുകൊണ്ടേ ആകാവൂ. അല്ലാത്ത വികസനമൊന്നും സ്ഥായിയല്ല. CPI കയ്യേറ്റങ്ങൾ ഒരിക്കലും പിന്താങ്ങിയ പാർട്ടിയല്ല, ഒരിക്കലും പിന്താങ്ങുകയുമില്ല. എങ്കിലും ആ പാർട്ടി ഓഫീസിൻ്റെ മതിലുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് തർക്കമുണ്ടായിരുന്നത് അല്ലേ? ആ ഭൂമി നിൽക്കുന്നത് കയ്യേറ്റ ഭൂമിയിലല്ല. അതന്ന് CPI പലവട്ടം പറഞ്ഞു. എത്രയോ തവണ തെളിവുകൾ ഹാജരാക്കി ആധാരം കൊണ്ടുവന്ന് ഞങ്ങളെ പരസ്യപ്പെടുത്തി. പക്ഷേ എന്നാലും കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ആ പഴങ്കഥ മാത്രമാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് മൂന്നാറിൽ കയ്യേറിയ ഭൂമിയില്ല, ഉണ്ടാകാൻ പാടില്ല, വേണ്ട. ഈ പരിസ്ഥിതി നിലപാടുകളിൽ കേരളയിലോ അടക്കം CPIയുടെ നിലപാട് എന്തായിരുന്നു? അല്ല, കേരളയിലടക്കം ഏത് വിഷയം വികസനം വരുമ്പോഴും പരിസ്ഥിതി, മനുഷ്യൻ്റെ കുടിവെള്ളം, ശുദ്ധവായു, മണ്ണ്, ജീവിതാവസ്ഥ, പാവങ്ങളുടെ വീട്, അതിനെയൊക്കെ മാനിച്ചുകൊണ്ടേ വികസനം വരാവും. അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുമ്പോൾ, അത് ഉപതെരഞ്ഞെടുപ്പല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇടതുമുന്നണിക്ക് ഒരു ഉടച്ചുവാർപ്പ് ആവശ്യമുണ്ടോ? ഒരു പുതിയ മുഖം വേണമോ? എന്താണ് CPIക്ക് അതിനകത്തുള്ള ഒരു സ്റ്റാൻഡ്? എന്താണ് ഉടച്ചുവാർപ്പെന്ന് പറഞ്ഞാൽ? നേതൃതലങ്ങളിൽ മാറ്റം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അടക്കം മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അത് LDFൽ ഞങ്ങൾ ഒരിക്കലും അത് ചർച്ചാ വിഷയമാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതിനെപ്പറ്റി ചോദിക്കുന്നത് വളരെ അനാവശ്യമാണ്. വളരെ നേരത്തെയാണ് അല്ല, അനാവശ്യം. പ്രിമച്ചുവർ വാക്ക് ഞാൻ പറഞ്ഞില്ല, അനാവശ്യമാണ്. വളരെയധികം നന്ദി ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചു. സന്തോഷം.